ஒரு எழுத்தை பார்க்கிறேன் +63. അപ്പൊ മനില എന്ന് പറയുന്ന ഈ വാക്കും കൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കുകയാണ്, വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ +6:3 എന്ന് പറയുന്ന വാക്കും കൂടെ കാണിക്കുക. நான் முன்னாடி சொன்ன மணிலாவே எனக்கு தெரியல, திருப்பி +63 என்னன்னு தெரியல ஆண்டவரே. എന്ത് കഷ്ടമാ, മനിലയെ അറിയത്തില്ല, വീണ്ടും +6:3 എന്നും പറഞ്ഞ് കാണിക്കും. ഇതൊക്കെ എന്ത് സംഭവമാണ്? கையில மொபைலும் கிடையாது, அது சர்ச் பண்ணி பார்க்க விருப்பமும் கிடையாது. അപ്പൊ മൊബൈലും ഇല്ല, മൊബൈലിൽ നോക്കി വായിക്കാനും അറിയണ്ടേ, അതും അറിയത്തില്ല. அப்புறம் இன்னும் கொஞ்ச நாட்கள் உருண்டு ஓட വീണ്ടും ഈ മനിലയും +63 കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. திடீரென்று ஒரு நாள் பார்க்கிறேன், நேவி ப்ளூ ரெட் கலர்ல ஒரு ஃபிளாக் வந்து பறந்து செல்கிறது. പിന്നെ 2 കളറിലെ നേവി ബ്ലൂ റെഡ് എന്ന് പറയുന്ന ചുവപ്പും നീലയും കലർന്ന ഒരു കൊടി ഇങ്ങനെ പറക്കുന്നത് ഞാൻ കാണുകയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് എதுமே எனக்கு புரியல. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെങ്കിലും മനസ്സിലായില്ലേ? ഒന്നും മനസ്സിലായില്ല. நான் சொல்றது உங்களுக்கு புரியாம நான் ஹல்லேலூயா சொன்ன உடனே நீங்க சேர்த்து ஹல்லேலூயா அப்படின்றீங்க பாருங்க. ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞല്ലോ, അത് ഭയങ്കര കാര്യമാണ്. ஹல்லேலூயா, ஆமென். அதான் என்ன ஆண்டவரே என்ன சொல்றீங்க எனக்கு புரியலன்னு சொல்லும் போதுதான் எனக்கு இந்த வார்த்தை வருகிறது. ஆதியாகமம் 12:1, உன் தாய் உன் தகப்பன் உன் தேசத்தை விட்டு நான் காண்பிக்கும் தேசத்தை. കർത്താവിനോട് ഞാൻ ചോദിച്ചു, കർത്താവ് ഇതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് ദൈവാത്മാവ് എന്നെ കൊണ്ടുപോയത്. അബ്രഹാമിനോട് ദൈവം പറയുക, നീ നിന്റെ സ്വന്തം ഭവനത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് നീ കടന്നു ചെല്ലണം. ஹல்லேலூயா, ഹല്ലേലൂയ. என்னுடைய டைரியிலே கடைசி பக்கத்துல எதிர்ச்சியா நான் திருப்புகிறேன், கடைசி பேஜ் ஆஃப் மை டைரி. അപ്പൊ എന്റെ ഡയറിയിലെ അവസാനത്തെ പേജിലേക്ക് ഞാൻ എന്റെ ശ്രദ്ധ തിരിക്കുകയാണ്. அங்க மணிலா என்கிறதான ஒரு சின்ன புள்ளியை பார்க்கிறேன். അവിടെ മനില എന്ന് പറയുന്ന ഒരു ചെറിയൊരു വ്യക്തിയെ ഞാൻ കാണുകയാണ്. அடடா, நான் தரிசனத்துல பார்த்து எழுதியிருக்கிறது. മനില എന്ന് പറയുന്നത് ഇതല്ലേ, ഞാൻ ദർശനത്തിൽ കണ്ടതല്ലേ. அப்போ +63 என்ன? അപ്പൊ +63 എന്ന് പറയുന്നു. அப்போ அந்த 63 தேன்னா அந்த கண்ட்ரியோட டெலிஃபோன் கோட் நம்பர் தான் 63. മനില എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തിന്റെ, നമുക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു കോഡ് എന്ന് പറയുന്നത്, മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് +91 എന്ന. അതുപോലെ മനില എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ കോഡ് എന്ന് പറയുന്നത് +63 എന്ന. அப்ப நேவி ப்ளூ ரெட் கலர்னா என்னது பார்த்தா, അപ്പൊ ഈ നീലയും എന്ന് പറയുന്നത്, നീലയും ചുവപ്പും എന്താ? அது அந்த நாட்டினுடைய தேசிய கொடி. അത് ആ രാജ്യത്തിന്റെ പതാകയാണ്. ஹல்லேலூயா, இப்பதான் அந்த வார்த்தை தெரிகிறது, நான் காண்பிக்கும் தேசத்திற்கு போ. അപ്പൊ ഈ പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ ആ വാക്യത്തിന്റെ ശരിക്കുള്ള അർത്ഥം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ദേശങ്ങളിലേക്ക്, ആ രാജ്യത്തിലേക്ക് നീ പോകാം. ஆண்டவரே, இதுக்கு போறனா பாஸ்போர்ட் வேணும், படிப்பு வேணும், பணம் வேணும், எப்படி ஆண்டவரே போவது என்று பல கேள்விகள், பல வருஷம் ഇതിലേ പോയി കൊണ്ടിരിക്കും. അപ്പൊ ഇനി അടുത്ത പ്രശ്നം എന്ന് പറയുന്നത്, കർത്താവ് ഇവിടെ പോകണമെങ്കിൽ പാസ്പോർട്ട് വേണ്ടേ, അതിന് പൈസ വേണ്ടേ, ഇതിന് ഈ ഭാഷ അറിയേണ്ടതിന് വിദ്യാഭ്യാസം വേണ്ടേ, അത് അടുത്ത കുഴപ്പമായി. அல்லேலூயா. ஆண்டவர் ஒரு காரியத்தை சொன்னா பார்த்துக்கங்களா, அது பைத்தியம் மாதிரி நம்பி விசுவாசிச்சு அதிலே நடந்து 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 அதை விட்டு வெளியில தாண்டாம இருந்தனா ஆண்டவர் அந்த காரியத்துல ஏதோ ஒரு காரியத்தை ஆண்டவர் உருவாக்கி கொண்டே இருக்கிறார். ദൈവം നിങ്ങളോട് എന്തെങ്കിലും വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് ഒരു ഭ്രാന്തനെ പോലെ, ഒരു വിഡ്ഢിയെ പോലെ, ഒരു ഭോഷനെ പോലെ നിങ്ങൾക്ക് ദൈവാത്മാവിന്റെ വാഗ്ദത്തങ്ങളോടുകൂടി നടക്കുവാൻ കഴിയുമെങ്കിൽ ഈ വാഗ്ദത്തങ്ങളെ കൊണ്ട് അതിനെ നിവർത്തിക്കുവാൻ ശക്തനായ ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് നിങ്ങൾ കടന്നു വന്നത്. വാഗ്ദത്തം